ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി 1 kg ബ്ലൂബെറി കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദയിലേക്ക് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് നന്നായി അരിച്ചെടുക്കാം. ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്തിലാണോ ബേക്ക് ചെയ്യുന്നത് അത് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ ഓണാക്കി വയ്ക്കാം. അതിനുശേഷം ഞാൻ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് 4 എഗ്ഗാണ് എടുക്കുന്നത്. അത് എഗ് വെയിറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ സ്പോഞ്ചിന് ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾക്ക് ഇതിലേക്ക് മുട്ടൻ്റെ ഓടൊന്നും പെടാതെ തന്നെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ നനവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി. ഇതിൽ 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ക്രീം പരുവമായാൽ നമുക്ക് അതിലേക്ക് ഓരോ എഗ് യോക്കിട്ട് ബീറ്റ് ചെയ്യണം. അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് 1/4 സ്പൂൺ ബ്ലൂബെറി എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് 1 by 1 ആയി എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും വേറെ ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടി ചേർത്തതിന് ശേഷം കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് വരുന്നത് പോലെയുള്ള ലെവലിലായിരിക്കണം ചെയ്യേണ്ടത്. അവസാനം പാൽ ചേർത്തരുത്. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് ബ്ലൂബെറി ക്രഷും അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് കളർ ബ്ലൂബെറിൻ്റെ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ടൂത്ത്പിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ എന്തിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഒരു വെയിറ്റ് എടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 30 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് ബേക്കായോ നോക്കാം. കേക്ക് ഇതാ നന്നായി ബേക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ചൂടാറിയതിന് ശേഷം കേക്ക് മോൾഡിൽ നിന്നും മാറ്റാം. പതിയെ വേണം നമ്മളത് അടർത്തിയെടുക്കാൻ. ഇപ്പോൾ ഇതാ കേക്ക് നന്നായി ബേക്കായി നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും പറഞ്ഞ് വീഡിയോ ഈ കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. സെറ്റ് ചെയ്യാൻ 3 ലെയറാക്കി അതിൻ്റെ ഉള്ളിൽ ക്രഷ് കൊടുത്തിട്ട് ക്രീം ഫില്ല് ചെയ്ത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ബ്ലൂബെറിയുടെ ക്രഷും ബ്ലൂബെറിയുടെ കളറും ചേർത്തിട്ട് ഇതുപോലെ സൈഡിൽ ആക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് നമ്മൾ ക്രഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിരിക്കും.
അത് വൈറ്റ് ചോക്ലേറ്റ് ഗണേശനിൽ ചെയ്യുന്നത് പോലുള്ള ഫിനിഷിങ് നമുക്ക് ആക്കണമെങ്കിൽ ഇതുപോലെ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഐസിങ് നൈഫ് ഉപയോഗിച്ചോ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ സൈഡിലൂടെ ഇതുപോലെ ഓരോ ഡ്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസാവാതെ നോക്കിയാൽ ഇതുപോലെ വൃത്തിയായി ഡ്രിപ്പ് ഇടാം. ഇതിൽ നമ്മൾക്കിനി എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിൽ ഞാൻ പേരെഴുതി കൊടുക്കുന്നുണ്ട്. ഇത് കസ്റ്റമർ കേക്ക് ആയതുകൊണ്ട് അവർ തിരുവോണാശംസകൾ എന്ന് പ്രത്യേകം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ പേര് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്രീം ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റിലാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ ഫോണ്ടൻറ്റിൽ നമുക്ക് പേരെഴുതിയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് ഡ്രൈ ബ്ലൂബെറി ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്രഷിൻ്റെ ഒപ്പം തന്നെ. പിന്നെ ഇതിൻ്റെ മുകളിലും ഞാൻ ചെറുതായിട്ട് ഓരോ ഡ്രൈ ബ്ലൂബെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിൽ ഓരോ എന്ത് വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മളുടെ കേക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അടിപൊളി ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.